നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. കൊല്ലത്ത് നെടുമ്പന പള്ളിമൺ ഷാഹുൽ ഹമീദിൻ്റെ കൃഷിയിടത്തിലേക്കാണ് ഇന്ന് യാത്ര. 4.5 പതിറ്റാണ്ട് കാലം പ്രവാസി ജീവിതം നയിച്ച ഷാഹുൽ ഹമീദ് നാട്ടിൽ വന്നപ്പോൾ മണ്ണിനോട് ചേർന്ന് തനി കർഷകനായി. പച്ചമീനും പച്ചപ്പുല്ലും നനകിഴങ്ങും ചെറുകിഴങ്ങും ഡ്രാഗൺ ഫ്രൂട്ടും റംബുട്ടാനും ഒക്കെയുണ്ട് കൃഷിയിടത്തിൽ. പള്ളിമൺ ഷാഹുൽ ഹമീദിൻ്റെ കൃഷിയിടത്തിൽ വിരിയാത്തതായി ഒന്നുമില്ല. കാണാം ഷാഹുൽ ഹമീദിൻ്റെ കൃഷിയിട കാഴ്ചകളുമായി ഹരിതം സുന്ദരം. ഒന്നും രണ്ടുമല്ല 45 വർഷങ്ങളാണ് ഒരാൾ മണലാരണ്യത്തിൽ കഴിഞ്ഞത്. ബിസിനസ്സുകൾ പലതും ചെയ്തെങ്കിലും ടെക്സ്റ്റൈലിലായിരുന്നു ഷാഹുൽ ഹമീദിന്റെ നോട്ടം. തുണി ബിസിനസ്സുകൾ പലത് കണ്ട് അതിന്റെ അകവും പുറവുമൊക്കെ പഠിച്ചു. പക്ഷേ അപ്പോഴെല്ലാം മനസ്സിൽ നാട്ടിലെ മണ്ണായിരുന്നു. അതിലെ ലാഭം കൊണ്ട് തന്നെ നാട്ടിൽ പലയിടത്തും ഭൂമി സമ്പാദിച്ചു. അതൊക്കെയും വിളവ് തരുന്ന കാഴ്ചകളാണ് ഷാഹുലിനൊപ്പം കാണികളെയും ആത്മഹർഷമണിയിക്കുന്നത്. കൊല്ലത്ത് നെടുമ്പന പഞ്ചായത്തിൽ പള്ളിമണ്ണിലാണ് ഷാഹുലിന്റെ തോട്ടം. ഒരു കുടുംബം ഏകമനസ്സോടെയാണ് ഇവിടെ കൃഷിയിൽ. വറ്റാത്ത ഇച്ഛാശക്തിയും പ്രതിബദ്ധതയും ഒന്നു മാത്രമാണ് ഈ കാണുന്ന ഹരിതാഭയ്ക്ക് പിന്നിൽ. 3 കാര്യങ്ങളിലാണ് ഷാഹുൽ ഏറെ ശ്രദ്ധിച്ചത്. ഒന്നാം തരം ഒരു പഴത്തോട്ടം തന്റെ ഭൂമിയിൽ വേണമെന്ന് നേരത്തെ നിർബന്ധമുണ്ടായിരുന്നു. പഴങ്ങളെക്കുറിച്ച് ആവുന്നത്ര പഠിച്ചു. എങ്കിലും മനസ്സിൽ കുടുങ്ങി നിന്നത് ഡ്രാഗൺ പഴങ്ങളായിരുന്നു. ഡ്രാഗൺ പഴച്ചെടികളുടെ ചൈനീസ് വ്യാളിരൂപമാണ് മനസ്സിൽ കുടുങ്ങിയത്. മുള്ളുള്ള തണ്ടും പൂക്കളുമൊക്കെ ഡ്രാഗൺ പഴച്ചെടികളെ ആകർഷകമാക്കും. കുലകുലയായി നിറഞ്ഞു മറിയുന്നതാണ് ഡ്രാഗൺ പഴങ്ങൾ. സാധാരണഗതിയിൽ 1-ാം വർഷം അന്ത്യത്തിൽ പൂവിട്ട് പിന്നീട് പതുക്കെ പതുക്കെ കായായി വരുന്ന ഡ്രാഗൺ ചെടികൾ ഷാഹുൽ കൈവച്ചപ്പോൾ 8-ാം മാസം തന്നെ പൂത്തു തുടങ്ങി. വെറുതെ അങ്ങ് തൈനടിയിലല്ല, തൈകളുടെ തിരഞ്ഞെടുപ്പിനും ഒരു രീതിയുണ്ട്. 1-ാം തരം ഡ്രാഗൺ തണ്ടുകൾ 8 ഇഞ്ച് നീളത്തിലാണ് തൈകളായി എത്തുക. അത് വേര് പിടിപ്പിക്കുന്നതിനും ചില രീതികളുണ്ട്. 8 ഇഞ്ചോളം നീളം വരുന്ന ഡ്രാഗൺ തണ്ടുകളുടെ അറ്റം കൂർപ്പിച്ച് വേരുപിടിപ്പിക്കൽ മിശ്രിതത്തിൽ മുക്കിവെക്കും. അതിന് തൊട്ടുമുമ്പ് സ്യൂഡോമോണസ് പ്രയോഗം കൂടിയുണ്ട്. 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ തളിച്ച ലായനിയിലാണ് ഡ്രാഗൺ തണ്ടിന്റെ അഗ്രങ്ങൾ മുക്കുക. തുടർന്ന് പോട്ടിംഗ് മിശ്രിതത്തിലേക്ക് ഇറക്കി വെക്കുന്നതിന് മുമ്പ് തന്നെ വേരുപിടിപ്പിക്കൽ മിശ്രിതത്തിൽ വെക്കും. അങ്ങനെ നന്നായി വേരുപിടിപ്പിച്ച തൈകളാണ് നടാനെത്തുക. കൊല്ലത്ത് നെടുമ്പന പള്ളിമണ്ണിലാണ് ഷാഹുൽ ഹമീദിന്റെ ഭൂമി. നർത്തകിയുടെ ചേല പോലെ തട്ടുതട്ടായി കിടക്കുന്ന ഭൂപ്രദേശം. അവിടെയാണ് ഡ്രാഗൺ പഴച്ചെടികൾക്ക് വിളയാൻ അവസരം ഒരുക്കിയത്. നല്ല നീർവാർച്ചയുള്ള മണ്ണ് ഡ്രാഗൺ പഴച്ചെടികൾക്ക് നിർബന്ധം. നന എപ്പോഴും നല്ലത്. 6 അടി വിസ്തൃതിയിലാണ് ഇതിനായി തടമൊരുക്കുക. കുമ്മായം വിതറി മണ്ണിന്റെ പുളിപ്പ് കളഞ്ഞ് നേരത്തെ ഭദ്രമാക്കിയിടും. തുടർന്ന് കാലിവളവും കോഴിവളവും ഒക്കെ ചേർന്നതാണ് അടിവളം. പച്ചില കമ്പോസ്റ്റ് കൂടി ചേർത്താൽ നന്ന് എന്നാണ് ഷാഹുലിന്റെ അഭിപ്രായം. തൊണ്ടുകൾ അടുക്കി വശങ്ങൾ ഭദ്രമാക്കും. മറ്റൊന്നുമല്ല, വെള്ളം നിലനിർത്താൻ വേണ്ടിയുള്ള പ്രക്രിയയാണ്. ആഴ്ചയിൽ 3-4 നന കിട്ടിയാൽ ഏറെ നല്ലത്. അക്കാര്യത്തിൽ ഷാഹുൽ പിന്നോട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് വളം ചെയ്ത് കയറ്റിയാൽ വളരെ വേഗത്തിലാണ് ഡ്രാഗൺ പഴച്ചെടികൾ വളരുക. എന്നാൽ അവയ്ക്ക് നിന്നു പറ്റുവാൻ ഒരു താങ്ങുകാല് വേണം. മരങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് സിമന്റ് തൂണുകളാണ് താങ്ങുകാലുകളായി ഷാഹുൽ തിരഞ്ഞെടുത്തത്. ഇതൊക്കെയും സ്വന്തം പുരയിടത്തിൽ തന്നെ വാർത്തു. 7 അടി പൊക്കമെങ്കിലും താങ്ങുകാലിന് വേണം. കോൺക്രീറ്റ് തൂണുകൾ ആ രീതിയിൽ സജ്ജമാക്കും. 5 ഇഞ്ച് വീതിയുള്ള സമചതുര പെട്ടിയാണ് കോൺക്രീറ്റ് തൂൺ. 1.5 അടി താഴ്ചയിലേക്ക് വേണം അവയെ കുഴിച്ചിടാൻ. താങ്ങുകാലായ കോൺക്രീറ്റ് തൂൺ ഇട്ടാൽ ഉടൻ തന്നെ കിളച്ച് കാലിവളവും കോഴിവളവും ഒക്കെ ചേർക്കണം. 2 ആഴ്ച പിന്നിടുമ്പോഴാണ് തൈകൾ നടാറ്. മുള്ളുള്ള തണ്ടുകളിൽ നിന്ന് വേരുകൾ പൊട്ടി അത് സിമന്റ് കാലുകളിൽ ഒട്ടിപ്പിടിക്കുകയാണ് രീതി. ഏരിയൽ റൂട്ട് പ്രൊപ്പഗേഷൻ എന്നാണ് ഈ മാതൃകയ്ക്ക് പറയാറ്. തണ്ടിന്റെ അഗ്രങ്ങൾ സിമന്റ് തൂണുകളോട് ചേർത്ത് കെട്ടിക്കൊടുക്കണം. 1 വർഷം കൊണ്ട് തന്നെ ഒരാൾ പൊക്കത്തിൽ തണ്ടുകളെത്തും. ഡ്രാഗൺ പഴച്ചെടികൾ
വിളയാൻ തുടങ്ങി എന്നാണ് അർത്ഥം. ഒരാൾ പൊക്കത്തിലെത്തിയാൽ അത് പതുക്കെ താഴോട്ട് വളയാൻ തുടങ്ങും. അപ്പോഴാണ് മറ്റൊരു താങ്ങ് വേണ്ടത്. അതിനായി ടയറുകളാണ് ഷാഹുൽ സ്വന്തമാക്കിയത്. തൂണുകളുടെ അഗ്രങ്ങളിലേക്ക് ടയറുകൾ കെട്ടിവെച്ച് അതിലേക്ക് വളഞ്ഞു പുളഞ്ഞ് ഡ്രാഗൺ പഴച്ചെടികളുടെ തണ്ടുകൾ വളരാൻ അനുവദിക്കും. തണ്ട് വളർച്ച എപ്പോഴും ശ്രദ്ധിക്കണം. നന്നായി അടിവളം ചേർത്ത് കൊടുക്കുകയേ വേണ്ടൂ. ഇരച്ചു മറിയുന്നത് പോലെ തണ്ടുകൾ പൊട്ടിപ്പൊട്ടി കിളിർത്ത് ടയറിനെ ആകെ മറയ്ക്കും. ഒരടിയോളം നീളുന്നതാണ് ഡ്രാഗൺ പഴച്ചെടികളുടെ തണ്ടുകൾ. ഒന്നും രണ്ടുമല്ല, 7000-ഓളം തൈകൾ നട്ടിട്ടുണ്ട്. തട്ടുതട്ടായ ഭൂമിയിൽ ഡ്രാഗൺ ഇങ്ങനെ കൈവീശി നിന്നാൽ അത് കാണാൻ ഒരു ചന്തം തന്നെയാണ്. കമനീയമായ ഈ കൗതുകം കാണാൻ ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. കുലച്ചുമറിഞ്ഞു തുടങ്ങിയിട്ടേയുള്ളൂ. അങ്ങിങ്ങായി പഴങ്ങളും വരുന്നുണ്ട്. അതൊക്കെ തൊടാനും തലോടാനും അടർത്തിയെടുക്കാനുമൊക്കെ കുട്ടികൾ മത്സരം കൂട്ടുന്നുണ്ട്. ഒന്നിനു പുറകെ മറ്റൊന്നായി ദളങ്ങൾ വിടർന്ന് പൊതിയുന്നതാണ് പഴത്തിന്റെ മാതൃക. ആദ്യം മഞ്ഞ നിറത്തിലും പിന്നീട് പച്ച നിറത്തിലും തുടർന്ന് റോസ് നിറത്തിലേക്കും അത് മാറും. കൂമ്പുകൾ അങ്ങനെ മുട്ടിട്ട് വിടർന്നാൽ ഉള്ളിൽ പഴങ്ങളായിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ചില്ലറക്കാരനല്ല ഡ്രാഗൺ ഫ്രൂട്ട്. ഒന്നാന്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കലവറ തന്നെ. ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുണ്ട് ഡ്രാഗൺ പഴങ്ങളിൽ, പ്രത്യേകിച്ചും ലിനോലിലിക് ആസിഡിന്റെ സാന്നിധ്യം. പ്രായത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടാളി കൂടിയാണ് ഡ്രാഗൺ പഴങ്ങൾ. കാര്യം മറ്റൊന്നല്ല, ഡ്രാഗണിലെ ബീറ്റാ സയാനിനാണ് ആന്റി ഏജിംഗ് ഇൻഗ്രീഡിയന്റ്. കാലത്തെ തോൽപ്പിച്ച് സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ബീറ്റാ സയാനിൻ സഹായിക്കും. ക്യാൻസറിനും ഉത്തമ പ്രതിവിധി കൂടിയാണ് ബീറ്റാ സയാനിൻ എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഡ്രാഗൺ ചെടികൾ അങ്ങനെ പഴങ്ങളാലും പൂവുകളാലും സമൃദ്ധമായി പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഷാഹുലിന്റെ തോട്ടത്തിൽ. വിലയുടെ കാര്യത്തിലും ഷാഹുലിന് ചില നിശ്ചയങ്ങളുണ്ട്. അക്കാര്യമൊക്കെയും ഹരിതം സുന്ദരത്തോട് മനസ്സ് തുറക്കും. പ്രവാസി മലയാളിയും കർഷകനുമായ ശ്രീ ഷാഹുൽ ഹമീദ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം ഷാഹുൽ. നമസ്കാരം. ഇപ്പോൾ 45 വർഷമൊക്കെ ഒരു തുണി മേഖല, അതായത് ടെക്സ്റ്റൈൽ മേഖലയിൽ നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് പൊടുന്നനെ ഇവിടെ നാട്ടിൽ വന്ന് ഇത്രയും വലിയൊരു കൃഷി നടത്തുക എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് തന്നെ ഒരു അത്ഭുതമാണ്. എങ്ങനെയാണ് സംഭവിച്ചത്? പണ്ട് തൊട്ടേ നമ്മളെ ഫാദർ കർഷകനായിരുന്നു. എത്രയോ വർഷം കൊണ്ട് ഫാദർ കർഷകനാണ്. അതിൻ്റെ ഒരു എനർജി പണ്ടേ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് തന്നെ ഇറങ്ങിയത്. യൂട്യൂബിലൊക്കെ നോക്കി സാറിൻ്റെ ഒരുപാട് ചാനലൊക്കെ കണ്ട് അതിൽ നിന്ന് പഠിച്ച പാഠമാണിത്. അല്ല, എന്നാൽ ഈ ഡ്രാഗൺ ഫ്രൂട്ടിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു കാരണം? അല്ലല്ല, ഡ്രാഗൺ ഫ്രൂട്ട് അല്ലല്ലേ, റംബൂട്ടാൻ, പിന്നെ പ്ലാവ്, അങ്ങനെ എല്ലാ കൃഷിയുണ്ട്. പിന്നെ കാച്ചിൽ, ചേന, കിഴങ്ങ്, മരച്ചീനി, മധുരക്കിഴങ്ങ് എല്ലാം ഉണ്ട്. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് എത്ര നാളായി? നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 6 മാസമായി. അപ്പോൾ അവിടെ നിന്നപ്പോഴേ ഇതൊക്കെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ഒത്തിരി നാൾ ഇത് മനസ്സിലിങ്ങനെ കണക്കൂട്ടി ഇവിടെ നിർദ്ദേശങ്ങൾ കൊടുത്ത് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. അല്ലല്ല, ഇതിപ്പോൾ ചെയ്യാൻ തുടങ്ങിയതായത്. ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയും 8 മാസം ഇതിനകത്ത് ഇറങ്ങിയിട്ടുള്ളൂ. നമ്മൾ എവിടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു വിപണി കണ്ടെത്താൻ പോകുന്നത്? വിപണി നമ്മൾ ഈ കൊല്ലം ജില്ലയിൽ തന്നെ വിപണി ധാരാളമുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടിനുണ്ട്, അതുകൊണ്ടുണ്ട്. റംബൂട്ടാനും ഉണ്ട്. ഇതിപ്പോൾ ഒറ്റയടിക്ക് വിളവെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതെല്ലാം പോവും. ഇല്ല, പോത്തില്ല, നിൽക്കും. എത്ര രൂപ വില ഡ്രാഗൺ ഫ്രൂട്ടിന്? ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ 170-നാണ് നമ്മൾ കൊടുത്തത്. ആവശ്യക്കാർ ധാരാളമുണ്ട്. ഉണ്ട്. റംബൂട്ടാൻ ആവശ്യത്തിൽ കൂടുതൽ ആളുകളുണ്ട്. ഡ്രാഗൺ പഴത്തോട്ടത്തിലേക്ക് എത്തുന്ന ആരെയും വരവേൽക്കുന്നത് ഒരു ചെറു മുളകുതോട്ടമാണ്. ഉണ്ടമുളകാണ് ഇവിടെ താരം. ചെറുകാറ്റിൽ അവ ആടി ഉലയുന്നുണ്ട്. കൃത്യമായ അകലത്തിലാണ് ഉണ്ടമുളകിന്റെ കൃഷി. 1.5 വർഷത്തോളം തന്നെ വിളവ് നൽകുന്നതാണ് ഉണ്ടമുളക്. ഷാഹുലിനൊപ്പം മറ്റൊരു തോട്ടത്തിലേക്ക് ചെന്നു. കണ്ടത് കണ്ണിറയെ പ്ലാവിൻ തൈകളാണ്. 1-ാം തരം വരിക്ക. പേരുമുണ്ട് വിയറ്റ്നാം എർലി. വിയറ്റ്നാം സൂപ്പർ എർലി തൈകളുടെ 6000-ഓളം വലിയ ശേഖരം ഷാഹുലിനുണ്ട്. എല്ലാം പൂവിട്ട് കായ്ച്ചു തുടങ്ങി. ഭൂമിയെ വന്ന് തൊട്ടു നിൽക്കുന്ന രീതിയിലാണ് ചക്കകൾ വിളഞ്ഞു പെരുകുന്നത്. ഒരു കുലയിൽ തന്നെ 1/2 ഡസനോളം ചക്കകളുണ്ട്. എളുപ്പത്തിൽ കായ്ക്കുന്നു, കൈകാര്യം ചെയ്യാൻ പറ്റുന്ന പഴങ്ങൾ എന്നിവയാണ് വിയറ്റ്നാം എർലിയെ പ്രശസ്തനാക്കിയത്. കേടോ കീട ഉപദ്രവങ്ങളോ തീരെയില്ല എന്നതാണ് ഷാഹുലിന്റെ ഈ തോട്ടത്തിന്റെ മേന്മ. വിയറ്റ്നാം എർലിക്ക് ഒരു പ്രത്യേക സുഗന്ധമുണ്ട്. പ്ലാവിൽ തന്നെ നിന്ന് അത് പഴുത്താൽ പിന്നീട് ആ പ്രദേശമാകെ സുഗന്ധപൂരിതമാകും. ചക്ക മുറിച്ചാലും അങ്ങനെ തന്നെ. കുഴഞ്ഞു മറിയാത്ത 1-ാം തരം വരിക്കച്ചക്ക. വിയറ്റ്നാം എർലിയെ സംരക്ഷിക്കുവാൻ മറ്റൊരു വിദ്യ കൂടി ഷാഹുൽ പരീക്ഷിച്ചിട്ടുണ്ട്. പ്ലാവിൻ തൈകളുടെ വാരങ്ങൾക്കിടയിൽ ഇടവിള കൃഷി. മധുരക്കിഴങ്ങും നനകിഴങ്ങുമാണ് പ്രധാനം.
നാട്ടിലൊന്നും അധികമില്ലാത്ത വിളയാണ് നനകിഴങ്ങും മധുരക്കിഴങ്ങും. മധുരക്കിഴങ്ങിന്റെ പച്ചപ്പ് മണ്ണിലങ്ങനെ നിറഞ്ഞാൽ പിന്നീട് കളകൾ അവിടെ വളരാറില്ല. അത്തരത്തിലൊരു തന്ത്രമാണ് പ്ലാവിൻ തോട്ടത്തിൽ പരീക്ഷിക്കുന്നത്. ചേനയ്ക്കും വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. പ്ലാവ് വളരുന്നതോടൊപ്പം തന്നെ ഇടവിള കൃഷിയിൽ നിന്നും ആദായം കിട്ടും എന്നതാണ് അതിന്റെ മേന്മ. മറ്റൊരിടത്ത് റംബുട്ടാനായി ഒന്നാം തരം തോട്ടമുണ്ട്. റംബുട്ടാനിലെ ഒരു കായ പോലും കിളികൾക്ക് കിട്ടാതിരിക്കാൻ വലകൊണ്ട് മൂടിയാണ് കൃഷി. N18 എന്ന പ്രസിദ്ധമായ സങ്കര ഇനമാണ് കൂടുകൽ. മരങ്ങൾക്ക് അധികം ഉയരമില്ല എന്നതാണ് അതിന്റെ മേന്മ. ഇരുണ്ട പച്ച ഇലകൾക്കിടയിൽ രോമാവൃതമായ പഴം എന്നതാണ് റംബുട്ടാൻ എന്നാൽ അർത്ഥം. റംബുട്ടാനും മാംഗോസ്റ്റീനും പുലാസാനും ദുരിയാനുമൊക്കെ മലേഷ്യൻ പഴങ്ങളാണ്. അങ്ങനെയുള്ള 4 ഇനം പഴങ്ങളിൽ ഏറെ സ്വീകാര്യതയുള്ളത് റംബുട്ടാന് തന്നെ. പഴത്തിന്റെ പവിഴമധുരമാണ് ആ സ്വീകാര്യതയ്ക്ക് പിന്നിൽ. അമൃതം നുണയുന്നത് പോലെയാണ് റംബുട്ടാൻ. നീണ്ടുരുണ്ട് നരച്ച ചുവപ്പുള്ള മറ്റൊരിനമുണ്ട്, സ്കൂൾ ബോയ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഒരു കലവറ കൂടിയാണ് സ്കൂൾ ബോയ് റംബുട്ടാൻ. എങ്കിലും N18 കടുത്ത ചുവപ്പിനെ വെല്ലാൻ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. കാണുമ്പോൾ പച്ചയും വിളയുമ്പോൾ ചുവപ്പുമാകുന്ന മറ്റൊരിനമുണ്ട്, മഹാലിക. മരത്തിന് തീരെ ഉയരമില്ലാത്ത മൽവാനയും ഷാഹുലിന്റെ തോട്ടത്തിലുണ്ട്. മൽവാനപ്പഴങ്ങൾ ചെറുതാണ്, നീളം കൂടുതലാണ്. മൽവാനപ്പഴങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട്. ചെറിയ റംബുട്ടാൻ ഇനമാണ് മൽവാനപ്പഴങ്ങൾ. നീളം കൂടുതലാണ് എന്ന മേന്മയുമുണ്ട്. നേർത്ത മഞ്ഞയുടെ കഞ്ചുകം മൽവാനയെ പൊതിയുന്നുണ്ട്. ഒരിടത്തെ പ്ലാവിൻ തോട്ടം കഴിഞ്ഞാൽ ഇടയിൽ റംബുട്ടാന്റെ വലിയ കൃഷിയാണ്. വീണ്ടും പ്ലാവിൻ തോട്ടം ആരംഭിക്കുകയായി. വിയറ്റ്നാമിലെ പ്രശസ്തമായ സൂപ്പർ എയർലി തന്നെ ഇവിടെയും ഇനം. ഇക്സോറ ജാക്ക് ഫ്രൂട്ട് എന്നും ഇതിന് പേരുണ്ട്. ഉന്നതമായ രോഗപ്രതിരോധം നൽകുന്ന ചക്ക കൂടിയാണ് ഇക്സോറ ജാക്ക് ഫ്രൂട്ട്. ദഹനപ്രക്രിയയെ ഏറെ സഹായിക്കുന്ന നാരുകളുള്ള പഴം. 5 മീറ്ററോളം ഉയരമേ ഉള്ളൂ ഇക്സോറ ജാക്ക് ഫ്രൂട്ടിന്. സമ്മിശ്ര കൃഷി, അതായത് മത്സ്യം ചെയ്യുന്നു, അതോടൊപ്പം തന്നെ വിവിധ വിളകൾ ചെയ്യുന്നു, മധുരക്കിഴങ്ങ് ഉൾപ്പെടെയുള്ള കൃഷി നടത്തുന്നു, ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സമ്മിശ്ര കൃഷി ചെയ്യുന്നതോടൊരു ഗുണം എന്താ? അപ്പം നമുക്കൊരു മനസ്സിന് സന്തോഷവും, അതിൻ്റെ ഈ ഇല്ലാത്ത വിളകൾ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ നനകിഴങ്ങ്, ചെറുവള്ളിക്കിഴങ്ങ്, കാച്ചിൽ, ചേന, മരച്ചീനി, അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട്. ഇപ്പോൾ ഈ 3.5 ഏക്കർ സ്ഥലത്ത് ഈ കൃഷിയിൽ സഹായിക്കാൻ ആരൊക്കെയുണ്ട്? സഹായിക്കാൻ നമ്മൾ തൊഴിലാളികളും ഞാനും തന്നെ ഇതിനകത്തുള്ളത്. ഒരു ദിവസം എപ്പോഴാണ് ഇത് ഷാഹുൽ ഹമീദ് എത്ര മണിക്ക് ഇവിടെ വരും? ഇവിടെ ഞങ്ങൾ പിന്നെ പണിയുള്ള ദിവസം കാലത്ത് 7-7:30 ആകുമ്പം വരും. ഇവിടെ 5 മണി വരെയുള്ള പണിക്ക് നമ്മളെ തൊഴിലാളികളുണ്ട്. 5 മണി വരെ നിൽക്കും. 5 മണി വരെ നിൽക്കും. അവർ അതിൽ കൂടുതലും നിൽക്കും. വളരെ അവരോടൊപ്പം ഇറങ്ങി പണി ചെയ്യൂ? ഞാൻ പണി ചെയ്യത്തില്ല, നിർദ്ദേശം കൊടുക്കത്തേ ഉള്ളൂ. എന്നാലും ഫുൾ ടൈം കൂടെ കാണും? അല്ല, കൂടുതലായിട്ടും കണ്ട് അവരെ ഏൽപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർ മര്യാദയായിട്ട് ചെയ്യും. അങ്ങനെയുള്ള തൊഴിലാളികളാണ് നമുക്കുള്ളത്. ഗൾഫിലൊക്കെ നിന്ന് ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ്, നാട്ടിൽ വന്നിങ്ങനെ കൃഷി തുടങ്ങിയ രക്ഷപ്പെടൂ? ധാരാളം മതി, ഇഷ്ടം പോലെ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിയും പഴവർഗ്ഗങ്ങൾ ചെയ്താൽ നഷ്ടം വരത്തില്ല. റബ്ബറിനെക്കാട്ടിയും എത്രയും ഇരട്ടി വരുമാനം നമുക്ക് ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പം 45 വർഷം അവിടെ നിന്നത് വേണ്ടായിരുന്നു, കുറച്ച് നേരത്തേക്ക് വരായിരുന്നു തോന്നിയിട്ടുള്ളൂ? അങ്ങനെ തോന്നിയിട്ടില്ല. അവിടെ അതിനൊക്കെ വരുമാനം ഉണ്ടായിരുന്നു. അതെ അതെ. ഇനിയൊരു അവസരം കിട്ടി അങ്ങോട്ട് പോകും? ഇല്ല, ഇനി പോത്തില്ല. ഇത് തന്നെ നോക്കാൻ തന്നെ സമയമില്ല. ചക്കയും റംബുട്ടാനും ഡ്രാഗൺ പഴങ്ങളുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി കണ്ണിനൊരു കുളിർമ വേണം. അതിനായി 1-ാം തരം മീൻകുളങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പടുതാക്കുളമാണ് മീൻകുളം. 1-ാം തരം പടുതയിൽ 1.5 മീറ്റർ ആഴത്തിൽ സൃഷ്ടിച്ച 5 സെന്റ് കുളം. ഒരു മഴമറയിലാണ് മീൻ കൃഷി. സൂര്യപ്രകാശം നേരിട്ട് പതിച്ച് വെള്ളത്തെ പായൽ വന്ന് മൂടുവാൻ അനുവദിക്കുന്നില്ല എന്നർത്ഥം. അതേസമയം കാറ്റൊഴുകാനുള്ള വഴികളൊന്നും തടയുന്നുമില്ല. കാറ്റുവന്ന് വെള്ളത്തിൽ അന്തർലീനമായ പ്രാണവായുവിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് കുളത്തിന്റെ നിർമ്മാണം. പ്രാണവായുവിന്റെ അളവ് വർദ്ധിപ്പിക്കുവാനായി എയറേറ്ററുകളും സൃഷ്ടിച്ചിട്ടുണ്ട്. കുളങ്ങളിൽ എപ്പോഴും 2 തരം മത്സ്യങ്ങളുണ്ടാവും. നൈൽ നദിയിലെ പ്രശസ്തമായ നട്ടർ, അതോടൊപ്പം വാളൈ. നട്ടർ ചെറുമീനല്ല, ആവോലി മച്ചാൻ എന്നാണ് മീൻപ്രിയരുടെ ഇടയിൽ നട്ടർ അറിയപ്പെടുക. അടിവയറ്റിൽ തീ കത്തുന്നത് പോലെ വിതറിയ ശോണിമയുണ്ട് നട്ടറിന്. റെഡ് ബെല്ലീഡ് പിരാനയുടെ ഒരു വകഭേദം കൂടിയാണ് നട്ടർ. എന്നാൽ സാധാരണ നൽകുന്ന പെല്ലറ്റ് തീറ്റകൾ മാത്രമേ നട്ടറുകൾക്ക് ഷാഹുൽ നൽകാറുള്ളൂ.
പങ്കേഷ്യസ് എന്ന വാളയും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ അമിത വണ്ണം വെച്ച് ദുർമേധസ് കാണിക്കുന്നില്ല. കൊഴുപ്പിന്റെ അളവും കുറയും, രുചി കൂടുകയും ചെയ്യും. ഒരു ചെറുകൊയ്ത്തിനായി കളമൊരുങ്ങി. ഷാഹുൽ തന്നെയാണ് ഇവിടെ വലക്കാരൻ. ഈയക്കട്ടകൾ ഷാഹുലിന്റെ കൈവിരൽ തിരക്കത്തിൽ വിരിഞ്ഞു നിറഞ്ഞു. ജലപ്രതലത്തിൽ നിന്നും പിന്നീട് അത് വലിച്ചു. കയറി വന്നത് ഒന്നാം തരം നട്ടറും വാളയും. പിടച്ചടിച്ച് വലയിൽ പടക്കം പൊട്ടിക്കുന്നുണ്ട് അവർ. പാതിമുറിച്ച FRP ടാങ്കിലേക്ക് അവരെ നിരത്തി. മത്സ്യങ്ങളുടെ ചൈതന്യം ഈ ശബ്ദം കേൾക്കുമ്പോഴേ അറിയാം. കുതറിമറിഞ്ഞും ചാടി നിറഞ്ഞുമൊക്കെ മീൻപ്രിയരുടെ മനം കവരുന്നുണ്ട് അവർ. നട്ടറിനെയും വാളയുമൊക്കെ എടുക്കാൻ മത്സരം. മറ്റേതുൽപ്പന്നം വിൽക്കാനും പരസ്യം വേണ്ട ഇക്കാലത്ത് മത്സ്യങ്ങളുടെ കാര്യത്തിൽ അത് തീരെ വേണ്ട എന്നതാണ് ഈ കൃഷിയെ വിജയിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളും പൗരപ്രമുഖരുമൊക്കെ ഷാഹുലിന്റെ കൃഷിക്ക് കൂട്ടുണ്ട്. ദിനംപ്രതി ധാരാളം സന്ദർശകരും എത്തുന്നുണ്ട്. അവർക്കെല്ലാം ആവശ്യമുള്ളത് ആവശ്യമുള്ളപ്പോൾ നൽകുവാൻ ഷാഹുൽ തയ്യാറാണ്. പ്രവാസി മലയാളിയായ ഷാഹുൽ എല്ലാം തുറന്നു പറയുന്നു. ഇത്രയും കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം മനസ്സിൽ ഇനി ഒരു കൃഷിയും കൂടെ ചെയ്യണമെന്ന് തോന്നി ഏത് ചെയ്യും? ധാരാളം ചെയ്യാനുണ്ട്, സ്ഥലവും ഉണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇനി ഇതേപോലെ ഉള്ള കൃഷികൾ പല വകുപ്പുകളും ഉണ്ട്. വകുപ്പുകളെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കും. കൂട്ടി വെച്ചിരിക്കുക. പോട്ടെ, ഇതിനകത്ത് ഇപ്പം ഇത്രയും ചെയ്തതിൽ ഇനി ഇത് വേണ്ട, നഷ്ടമാണെന്ന് തോന്നിയ കൃഷിയുണ്ട്? ഒരിക്കലും നഷ്ടം വരത്തില്ല. ഒന്നും നഷ്ടം വരത്തില്ല. നമ്മൾ ചെയ്ത് ഒന്നും നഷ്ടം വരത്തില്ല. അത്രയും വരുമാനം ഉണ്ടാകും. അത്രയ്ക്കും ആത്മവിശ്വാസമുണ്ട്. അതുകൊണ്ടുണ്ട്. ഇപ്പോൾ ഈ പ്രവാസി മലയാളികളായ ധാരാളം ആളുകൾ നമ്മുടെ ഈ ഹരിതം സുന്ദരം പോലെയുള്ള നമ്മുടെ കൗമുദി TV പോലുള്ള പരിപാടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിത് കാണുമ്പോൾ, ഇപ്പോൾ ഷാഹുൽ ഹമീദ് ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു പ്രവാസി മലയാളിയാണ്, നാട്ടിൽ വന്ന് ഞങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊരു തോന്നൽ അവർക്കുണ്ടാവും. അങ്ങനെയാണ് അവർ വന്ന് കണ്ടാൽ എന്തൊക്കെ ഉപദേശം കൊടുക്കും? അവർക്ക് എന്ത് ഇതിന് വേണ്ടുന്ന എല്ലാ ഉപദേശവും നമ്മൾ കൊടുക്കാം. നിങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഈ ഷാഹുൽ ഹമീദ് അവിടെ ഈ പ്രവാസി മലയാളി സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ ബന്ധമുണ്ടോ? ഇല്ല. ഇപ്പം ഞാൻ വന്നിട്ട് ഇപ്പം ഈ കൊറോണ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ 6 മാസം കൂടുമ്പം പോവും, ഒരാഴ്ച കഴിഞ്ഞ് വരും. അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ട്. ആരും അറിഞ്ഞിട്ടില്ല ഇവിടെ കൃഷി നടത്തിയായിരിക്കും? ഇല്ല. അറിഞ്ഞാൽ ഇവിടെ ഒരു പ്രവാഹമായിരിക്കും. ആരോടെയും പറഞ്ഞിട്ടില്ല. നമ്മളങ്ങ് തുടങ്ങിയതാ. സാറിൻ്റെ സാറിൻ്റെ പ്രചോദനമാണ്. കാരണം ഒരുപാട് ചാനൽ സാറിൻ്റെ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് ഒരുപാട് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും ഇതിപ്പോൾ നമ്മളിപ്പോൾ ആരടുത്തും ഷാഹുൽ ഹമീദ് തന്നെ പറയാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ കടൽ കടന്ന് എത്തും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ ഒരു പ്രശസ്തി ഉണ്ടാവട്ടെ, ഇനി കൃഷി നടത്താൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കടലിനക്കരെയായിരുന്നു ജോലിയെങ്കിലും നോട്ടവും മനസ്സും നാട്ടിലെ മണ്ണിലായിരുന്നു. ആ നോട്ടം നേട്ടമായി മാറി എന്നതാണ് ഷാഹുലിൻ്റെ കൃഷിയിടം തെളിയിക്കുന്നത്. നേരാം ഭാവുകങ്ങൾ.